ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 30 എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല നമസ്കാരം. നമുക്ക് തുടങ്ങി ഗൈസ്. ഓക്കെ, തുടങ്ങുന്നതിന് പറഞ്ഞാൽ അത്തപ്പൂക്കളം ഇട്ടിട്ടാണ് ഇവർ തുടങ്ങുന്നത്. അത്തപ്പൂക്കളം ഇട്ടിട്ട് ചെറിയൊരു ടാസ്ക്കാണ് ഈ ഒരു സാബു മോന് കൊടുക്കുന്നത്. ബിഗ് ബോസ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബിഗ് ബോസ് സംസാരിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഈ ഒരു സാബുമോൻ്റെ അടുത്ത് ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് അടികൾ തുടങ്ങുന്നത്. നമ്മൾ കിച്ചൺ ഡ്യൂട്ടി എടുക്കുന്ന അനുമോളും ഈ ഒരു ലക്ഷ്മിയും തമ്മിൽ ജിഷനും തമ്മിൽ ചെറിയൊരു വഴക്കാണ് സംഭവിക്കുന്നത്. ഈ ഒരു ഫുഡ് പോരാ, 2 ദോശ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകൾക്കും എല്ലാവരും ചെന്ന് അവിടെ കിടന്ന് അടിയാണ് നടക്കുന്നത്. നമ്മുടെ അക്ബറാണെങ്കിൽ അവിടെ കിടന്ന് വഴക്കിടുന്നതാണ് കാണിക്കുന്നത്. 2 ദോശയും ഈ ഒരു കൂട്ടാനൊന്നും അത്രയ്ക്ക് കൊള്ളത്തില്ല. പിന്നെ ആ ഒരു ഉള്ളി വെച്ചിട്ട് എന്തോ ഒന്ന് ഈ ഒരു ജിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ടാണ് ഇവരെല്ലാവരും 2 ദോശ കൊടുക്കുന്നുള്ളൂ. ഇവർ തമ്മിൽ ചെറിയൊരു വഴക്കാണ് കാണിക്കുന്നത്. അടുത്തത് ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ബിഗ് ബോസ് ഇവർക്ക് പണിപ്പുര ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. പണിപ്പുരയിലേക്ക് ഈ ഒരു വൈൽഡ് കാർഡുകളെ കയറ്റി വിടുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ജിഷനാണെങ്കിലും ആ ഒരു മറ്റേ ബസർ അടിക്കുന്നതിന് മുമ്പ് ഇറങ്ങുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു നെവിനാണെങ്കിൽ ബസർ അടിച്ചു കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇറങ്ങിയത് എന്നാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നത്. അവർ ആ സാധനങ്ങൾ എല്ലാം തൂക്കി അകത്തേക്ക് ഇടുന്നുണ്ട്, പണിപ്പുരയിലോട്ടേക്ക് വെക്കുന്നുണ്ട്. ഈ ജിഷിനാണെങ്കിൽ ഞാൻ അതല്ല അങ്ങനെയല്ല ഇറങ്ങിയിട്ടുള്ളത്, ഞാൻ ഈ ഒരു ബസർ അടിക്കുന്നതിന് മുമ്പ് ഇറങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരും ജിഷിനും തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാകുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഈ വൈൽഡ് കാർഡുകളെ താത്തി പറയുന്ന മാതിരി ഈ ഒരു അക്ബർ സംസാരിക്കുന്നുണ്ട്. ാനും പ്രവീണിനും കൊണ്ടിട്ട് ഈ ഒരു വ്യക്തിനെ ഒരു താത്തി വിടുന്ന മാതിരിയാണ് പറഞ്ഞിട്ട്, ഞങ്ങൾ കറക്റ്റായിട്ടുള്ള ഗെയിമാണ് കളിച്ചിട്ടുള്ളത്, ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് ഇതിൽ വോയിസ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് മസ്താനിയും ഈ പ്രവീണുമാണെങ്കിൽ. അടുത്തതായി കാണിക്കുന്നതിന് ആ ഒരു പരിപാടി കഴിയും. അടുത്തത് ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ബിഗ് ബോക്സാണ് ഇതിനകത്ത് ഈ ടീമുകളെ പിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അവരവർക്ക് 3 പേര് അടങ്ങുന്ന ഒരു ടീമാണ് കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് 3 പേരെ കൊടുത്തതിൽ ഇതിൽ ഒരാൾ ക്യാപ്റ്റനായിരിക്കും. ക്യാപ്റ്റൻ്റെ തലയിൽ ഒരു തൊപ്പിയിട്ടുണ്ടാകും. ആ തൊപ്പിയെ 2 പേര് പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 റൗണ്ടാണ് ഇതിലുണ്ടായിരിക്കുക. ഒരു ടീമിൻ്റെ പകുതി ബിഗ് ബോസ് തൊപ്പി കിട്ടുന്ന ആ ഒരു വിജയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും തൊപ്പി ശേഖരിച്ച് വെച്ച ആ ഒരു ടീമാണ് വിജയിക്കുക. നോമിനേഷനിൽ പ്രക്രിയയിൽ ഈ ഒരു 3 പേരും പെടില്ല. പിന്നെ ഫാമിലി റൗണ്ടിൽ ഒരാഴ്ച തങ്ങാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാഴ്ച ഫാമിലിയുടെ കൂടെ തങ്ങാം എന്നൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ഒന്ന് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാം എന്നാണ് 3 പേർക്കും. അവിടെ ഉള്ളവർ ആർക്ക് വേണമെങ്കിൽ നോമിനേഷൻ ചെയ്യാം എന്നാണ് 3ാമത്തെ ടാസ്ക്. നെവിൻ, ലക്ഷ്മി ആൻഡ് ജിഷിനാണ് ഫസ്റ്റ് ടീം. സെക്കൻഡ് ടീം അക്ബർ, ഷാനവാസ്, പിന്നെ നമ്മുടെ രേണുസുതി, ഷൈല്, അനുമോള്, ശൈത്യ, മസ്താനി ആൻഡ് ആര്യൻ ആൻഡ് റന, അപ്പാനി ആൻഡ് അനീഷ് ആൻഡ് സാബുമാൻ, നൂറ ആൻഡ് അഭിലാഷ്, പിന്നെ ബിന്നി, ആദില ആൻഡ് പ്രവീൺ, ഒനീല. ഇവർക്ക് എല്ലാവർക്കും ഓരോരോ ക്യാപ്റ്റന്മാരെയും കൊടുക്കുന്ന 7 ടീമാണ് തിരിച്ചിട്ടുള്ളത്. അടുത്തത് മത്സരമാണ്. മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഈ രേണുസുതിയാണ് ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്തത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കളിയാണ്. ഇതൊരു ഫിസിക്കൽ അലോട്ടിനുള്ള കളിയാണ് എന്നാണ് തോന്നുന്നത്. ആ ഒരു തൊപ്പിയുടെ ഒരു തൂക്കുന്നുണ്ട് ഷാനവാസ്. അങ്ങനെ അനീഷിൻ്റെ ടീം പുറത്താകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അനീഷും രേണുസുതിയും അവിടെ മയങ്ങി വീഴുന്നുണ്ട്. ഈ ഒരു തൊപ്പിക്കളിയിൽ അവർ ഫിസിക്കൽ അലോട്ട് നേരിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കള്ളക്കളിയാണ് എന്നാണ് ഈ ഒരു അപ്പാനി ശരത്തും ഈ ഒരു വ്യക്തിയും സാബുമോനും അവിടെ കിടന്ന് വാഗ്വാദങ്ങളായി. ഇത്രയും ഫിസിക്കൽ അലോട്ട് നേരിട്ടിട്ട് ഈ ഒരു അപ്പാനി ശരത്ത് പറഞ്ഞത് എന്തായാലും തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയുന്നത്. അനീഷിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. ഇവർ ഈ ഒരു 2 പേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അത് ശരിയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഈ ഒരു അപ്പാനി ശരത്തും ഈ ഒരു വ്യക്തിയും എടുത്ത ഒരു ഡിസിഷൻ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ജോക്കാണിത്. ആദ്യമൊക്കെ കഴിഞ്ഞിട്ട് ആര്യം ജോക്ക് അടിക്കാണ്. രേണുസുതി സുധിച്ചേട്ടൻ്റെ കൂടെ പോകും എന്നാണ് പറഞ്ഞ് ചിരിക്കുന്നത് ഈ ഒരു ആര്യനാണെങ്കിലും. ആര്യം പറഞ്ഞത് എന്തായാലും ഒരു തെറ്റായ ഒരു പ്രവൃത്തിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആര്യനും ഈ അക്ബറും ചമച്ചതായിട്ടൊന്ന് വഴക്കിടുന്നുണ്ട്, ക്ഷമയൊക്കെ പറയുന്നുണ്ട് രേണുസുതിൻ്റെ അടുത്ത് പോയിട്ട്. ഈ ഒരു ആര്യനാണെങ്കിലും ഷാനവാസ് കൈയും കാണിച്ചിട്ട് അനീഷ് കടിച്ചതാണ് എന്നുകൊണ്ട് കംപ്ലൈൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി കാണിച്ചിട്ടുള്ളത് ജിഷയിലും ഈ ഒരു അനുമോളും ജയിലിലേക്ക് പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത്.
ജിഷയിൽ എത്ര സ്ട്രോങ് പേഴ്സണാണ് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ജയിലിൽ കൂടെ ഈ ഒരു ജിഷയിലും ഈ അനുമോളും സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു. നീ ഒരു എത്രത്തോളം നെഗറ്റീവ് പറയുന്നു ഞാൻ കരഞ്ഞില്ല, നീയാണ് കരയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അമ്മയെ വരെ സത്യം ചെയ്യുന്നുണ്ട്, അങ്ങനെ തുടർന്ന് പോകുകയാണ്. അനുമോൾ നിലപാടുകൾ മാറ്റി മാറ്റി ചൂസ് ചെയ്യുന്ന ആൾക്കാരെയും മാറ്റി മാറ്റി ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ആദില നോറയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി വൈൽഡ് കാർഡുകളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് അവർക്കും മനസ്സിലായി. പിന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഈ അനുമോളുടെ നിലപാട് മാറ്റങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.